ഭാവാവിഷ്കാരം കണ്ട് ഗ്രഹിക്കാവുന്നതാണ്. പദങ്ങളുടെ മാത്രകൾ വരെ കൃത്യമായി, വർണ്ണങ്ങളുടെ മാത്രകൾ വരെ കൃത്യമായി ഉള്ളുകൊണ്ടറിഞ്ഞ ഒരു ഗായകൻ നമുക്ക് മലയാളിക്ക് ഒരു സംഗീത സംസ്കാരം ഉണ്ടാക്കി തന്നു, സംഗീത ആസ്വാദന സംസ്കാരം ഉണ്ടാക്കി തന്നു. ഇതാണ് നിന്റെ പാട്ട് എന്ന് പറഞ്ഞു തന്നു. ഓർമ്മയിൽ എവിടെയോ ഉറങ്ങിക്കിടന്ന നമ്മുടെ ചരിത്രാതീത സംഗീത ബോധത്തെ നാദം കൊണ്ട് തൊട്ടുണർത്തി തന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം. ആ മഹത്വവും അദ്ദേഹത്തിന് തന്നെ ഉളവാക്കുന്നു. 50 വർഷമായി കേരളീയന്റെ സംഗീതബോധത്തെ ഇങ്ങനെ ഉണർത്തുകയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്ത് കേരളീയരുടെ മൊത്തത്തിൽ ഒരു സംഗീത ബിംബമായി അദ്ദേഹം മാറി. ഷഡ്കാലഗോവിന്ദമാല നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, സ്വാതിരുന്നാൾ കേട്ടിട്ടും ഇത്തിരിശ കണ്ടിട്ടുമേ ഉള്ളൂ. പക്ഷേ ജീവിക്കുന്ന ഒരു നാദധാരയായി ഈ മനുഷ്യൻ മാറി എന്നതാണ് അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഒക്കെ പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കാഴ്ചപ്പാടുകളെ മുഴുവനും സ്വന്തം രസമാക്കി ആത്മപ്രസാരണത്തിലൂടെ സ്വയം വികാരമായി പ്രസരിച്ച് സമൂഹത്തിന്റെ മനസ്സിലേക്ക് ചെല്ലുന്നതിലൂടെ അദ്ദേഹം അനുഭവിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ഒരു നിദാനം എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ദാസേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നു, എനിക്ക് വ്യക്തിപരമായി അങ്ങനെ വിളിക്കാൻ ഒരു യോഗം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മലയാളിക്ക്, പുതിയ മലയാളിക്ക്, വളരുന്ന മലയാളിക്ക് ഒരു പാഠവുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സമൂഹത്തിൽ ചില പാഠങ്ങൾ വേണ്ടിയിരിക്കുന്നു. ആരുടെ പിറകെ പോകണം എന്നൊരു കുട്ടി ഇന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഏത് നേതാവിൻ്റെ പുറകെ പോകും, ഏത് എഴുത്തുകാരൻ്റെ പുറകെ പോകും, ഏത് ഗുരുവിൻ്റെ പുറകെ പോകും, ഏത് സംഗീതജ്ഞൻ്റെ, ഏത് കലാകാരൻ്റെ പുറകെ പോകും, അറിയില്ല. ഈ റിയാലിറ്റി ഷോയുടെ കാലമാണ്. ഒരുപാട് കുട്ടികൾ നിന്ന് കരയുന്നതും ചിലർ അയ്യോ മോളെ കരയരുത് എന്ന് പറയുന്നതും ഒക്കെ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. കുട്ടിയെ കരയിച്ചാൽ ഒരുപാട് റേറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. കരയിച്ച് ആ പടം ആളുകളെ കാണിച്ച് അവരെയും കരയിച്ച് ഉദ്വേഗം വരുത്തിച്ച് മത്സരിപ്പിച്ച് അച്ഛനമ്മമാരെ മത്സരിപ്പിച്ച് അവർ തമ്മിൽ അടിയുണ്ടാക്കി ഇങ്ങനെയൊക്കെ ഈ കുട്ടികളിൽ കല കൊണ്ട് വിഷം നിറയ്ക്കുന്ന ഒരു പ്രത്യേക പ്രവണത നമുക്കുണ്ടാവുന്നുണ്ട്. കല സമീകരണത്തിൻ്റെയും യോഗാത്മകാനുഭവത്തിൻ്റെയും ഏറ്റവും വലിയ പ്രശാന്തിയുടെയും ഒരു മണ്ഡലമാണ് സൃഷ്ടിക്കേണ്ടത് എന്നതിന് പകരം പരസ്പരമുള്ള ഒരു സഹചിത്തത, രണ്ട് മനസ്സുകൾ ഒന്നാവുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കേണ്ടത് എന്നതിന് പകരം കല ഇപ്പോൾ കടുത്ത മത്സരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ആർത്തിയുടെയും ഒക്കെ ഒരു പ്രചോദന മേഖലയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദാസേട്ടനെ പോലുള്ള ആളുകളുടെ ജീവിതകഥ കൊച്ചുകുട്ടികൾ അറിയേണ്ടതുണ്ട്. മുള്ളുകൊള്ളാതെ വളരുന്ന കുട്ടികൾ, മഞ്ഞുകൊള്ളാതെ വളരുന്ന കുട്ടികൾ, മഴ നനയാതെ വളരുന്ന കുട്ടികൾ, ഒരു നേരം പട്ടിണിയില്ലാതെ വളരുന്ന കുട്ടികൾ, ചെമ്മാങ്കുടിയുടെ കാർഷത്തിൽ താമസിച്ച് കണ്ണി വെച്ച് കുടിച്ച് കാറ് കഴുകി ഒരു പാട്ടുകാരനുണ്ടായ കഥ പഠിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ജീവിതത്തിൽ നോവ് തിന്നവനെ മധുരമായി പാടാനൊക്കൂ എന്ന് വയലി സാർ പണ്ടെഴുതിയത് പണ്ടേ ഞാൻ പഠിച്ചിട്ടുണ്ട്. നോവ് തിന്നുന്ന മനസ്സിനെ മധുരമായി ആർദ്രമായി പാടാൻ കഴിയും, അല്ലാത്ത മനസ്സിന് സാധിക്കില്ല. എന്തുകൊണ്ട് യേശുദാസിന്റെ ശബ്ദം ഇത്രമേൽ ദൈവികമായി, അല്ലെങ്കിൽ ഇത്രമേൽ ആർദ്രമായി, ഇത്രമേൽ മധുരമായി, ഇത്രമേൽ അമൃതമായി എന്ന് ചോദിച്ചാൽ നോവ് തിന്നതുകൊണ്ട്, ജീവിതത്തെ അറിഞ്ഞതുകൊണ്ട്, എൻ്റെ മനസ്സാണ് മറ്റുള്ളവൻ്റെ മനസ്സ് എന്നറിഞ്ഞതുകൊണ്ട്, അത്തരം ഒരു മനസ്സിൽ നിന്നാണ് സാറിലൂടെ പറഞ്ഞ കരുണ എന്ന വികാരം, ഭാവം ഉദിക്കുന്നത്. അത് ത്യാഗമല്ല, സ്നേഹമാണ്. ആ കരുണ, ഞാനിത് ആ ലോകത്തിനു വേണ്ടി തിരിക്കുന്നു എന്ന ഒരു ത്യാഗ മനോഭാവമേ അല്ല. നമ്മുടെ നാട്ടിൽ ആര് ത്യാഗം ചെയ്തു എന്ന് പറയുന്നുവോ അവൻ കടുത്ത പ്രതിഫലം ആവശ്യപ്പെടുന്ന ഒരുത്തനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ മുന്നേ ത്യാഗം ചെയ്തില്ലേ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പാർലമെന്റ് സീറ്റ് എനിക്ക് തരണ്ടേ എന്നാണ് എൻ്റെ അർത്ഥം. എല്ലാ ത്യാഗത്തിനും 10 ഇരട്ടി പ്രതിഫലം ചോദിക്കുന്ന ലോകത്ത് ഇത് ത്യാഗമല്ല, സ്നേഹത്തിൻ്റെ പ്രസാരണം ആണ്.
അത് ചെയ്തിരുന്നത് പണ്ട് പണ്ട് ഋഷിതുല്യമായ മനസ്സുള്ള ആളുകളാണ്. പണ്ട് കാലത്ത് സംഗീതത്തിലൂടെ പ്രപഞ്ചത്തിന്റെ ആത്മീയതയെയും സ്നേഹത്തെയും ഫിലോസഫിയെയും കുറിച്ച് പറയാൻ കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നു. ആ പാരമ്പര്യമാണ് ഭാരതത്തിന് ഉള്ളത്. കശ്മീര ദേശം മുതൽ തെക്കേറ്റത്ത് ഈ തഞ്ചാവൂര് വരെയും അത് പടർന്നു വന്നു. സംഗീതരത്നാകരം എഴുതിയ ശാരദേവൻ അങ്ങ് കശ്മീര ദേശത്ത് നിന്ന് കുടിയേറി വന്ന ഒരു പരമ്പരയുടെ മിച്ചമായിരുന്നു. അവർക്ക് ലോകം തന്നെ സംഗീതം ആയിരുന്നു. അക്കാലത്ത് ആർഷമായ, അതായത് ഋഷി സഹജമായ രീതിയിലുള്ള ഉദീരണങ്ങൾ സംഗീത സംബന്ധിയായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അക്ബറിന്റെ കാലത്ത് താൻസൻ ഇങ്ങനെ പാടുമ്പോൾ താൻസനെ വിളിച്ചുകൊണ്ട് അക്ബർ ഹിമാലയ പ്രാന്തത്തിൽ ഒരിടത്ത് താൻസന്റെ ഗുരുവിനെ കാണാൻ പോയതായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. താൻസൻ തന്നെ ഗുരുവിനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. ഏത് ഗുരുവിൽ നിന്നാണ് നിങ്ങൾ ഈ പഠിച്ചത്? എനിക്ക് വലിയ ഗുരുവുണ്ട്, അദ്ദേഹത്തിൽ നിന്നാണെന്ന് പറഞ്ഞു പോലും. അങ്ങനെ ആ ഗുരുവിനെ കാണാനായിട്ട് വിളിച്ചുകൊണ്ടുപോയപ്പോൾ ആ ഗുരുവിനെ ഇങ്ങനെ അദ്ദേഹം പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഗുരുവിനെ കാണുന്നില്ല. എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, താൻസൻ പറഞ്ഞു, ഞാൻ ചക്രവർത്തി അങ്ങയുടെ മുമ്പിലാണ് പാടുന്നത്, എൻ്റെ ഗുരു പാടുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്, ആ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു പോലും. അവിടെയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സങ്കല്പത്തെ ഉദാത്തം ആക്കി തീർക്കുന്നത്. ആ രീതിയിൽ ദാർശനികമായി ജീവിതത്തെ കാണാൻ പണ്ടത്തെ വലിയ ഗായകന്മാർക്ക് തന്നെ സാധിച്ചിരുന്നു. അവരാണ് സംഗീതജ്ഞർ. ഹസ്രത്ത് ഇനായത്ത് ഖാനെ പോലെയുള്ള ആൾക്കാർ സംഗീതത്തെക്കുറിച്ച് വിശ്വവ്യാപ്തമായ ദർശനത്തോടുകൂടി ധാരാളം എഴുതി. പിന്നീടത്തെ ഗായകന്മാർ അങ്ങനെ എഴുതാൻ തുനിഞ്ഞില്ല. ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിൻ്റെ ഗായകൻ അങ്ങനെ എഴുതാൻ തുനിഞ്ഞു. അതുകൊണ്ടിത് വാസ്തവത്തിൽ വിലപ്പെട്ട വാക്കുകളാണ്. ഗായകന്റെ ദർശനമാണ്, അനുഭവമാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിൻ്റെതാണ്. അത് സൂക്ഷിക്കേണ്ടതും ഉണ്ട്. കാരണം ഇവരുടെ വാക്കുകളിൽ, നേരത്തെ ബഹുമാനപ്പെട്ട കാർത്തികേയൻ പറഞ്ഞതുപോലെ, ഇവരുടെ വാക്കുകളിൽ കപടം ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണ് സംഗീതോപാസന എന്ന് പഠിക്കാൻ, അറിയാൻ, ഏതു വിധത്തിലാണ് ഒരു ഗായകൻ വളരുന്നത്, ആ ഗായകൻ ഒരു സമൂഹത്തിന് എന്താണ് എന്നറിയാനും പഠിക്കാനും ഈ പുസ്തകം, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പരിഷ്കൃതമായ രീതിയിൽ വരുന്ന പുസ്തകം ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുദാസ് ഇങ്ങനെ ഒരു പുസ്തകത്തിന് തുടക്കം ഇട്ടത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ആത്മോദീരണങ്ങൾക്ക് പ്രാരംഭമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല വാക്കുകൾ ഇവിടെ നിന്ന് വീണ്ടും ഉണ്ടാകട്ടെ. മലയാളത്തിലും കൂടെ പ്രസിദ്ധീകരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ ഒരപേക്ഷ. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ്, മലയാളത്തിൻ്റെ വിവർത്തനമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൽ കൂടെ വേണം. കാരണം മലയാളത്തിൽ തന്നെ മലയാള ഗായകൻ്റെ ഗാനങ്ങൾ, ആത്മചരിതം മലയാളത്തിൽ തന്നെ മലയാളി വായിക്കേണ്ടതുണ്ട്. മലയാളത്തിലും ഇതിനേക്കാളും വിപുലമായ ഒരു തരത്തിലുള്ള പുസ്തകം വേണം എന്ന എൻ്റെ വിനീതമായ ഒരു അഭിലാഷം കൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് സർവത്ര സ്വീകാരവും പ്രചാരവും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ നാദം പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും തരംഗിണി സ്റ്റുഡിയോ മാനേജറുമായ ശ്രീ രോഹിത് അവർകളെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി പ്രാർത്ഥനാഗാനം ആരംഭിച്ച ശ്രീ ജിതേന്ദ്രനും സ്വാഗത പ്രസംഗം ചെയ്ത പിഷാരടിക്കും ദാസന്റെ പേരിലും എൻ്റെ പേരിലും ഈ അയൺ പബ്ലിക്കേഷന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷ പ്രസംഗം ചെയ്ത ഡോക്ടർ ജി ബാലമോഹൻ നന്ദി സാർ, ദാസന്റെ പേരിലും എൻ്റെ പേരിലും അയൺ പബ്ലിക്കേഷന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുക. ഇവിടെ എത്തിച്ചേർന്ന
പ്രൊഫസർ സാർ ഒരു തുല്യനായ പ്രൊഫസർ വാൻവിട്ടു സാറിനും ജയകുമാർ സാറിനും കാർത്തികേയൻ സാറിനും ശ്രീ എൻ അയ്യപ്പൻ അദ്ദേഹത്തിനും പ്രൊഫസർ മധുസൂദൻ നായർക്കും എല്ലാവർക്കും ദാസന്റെ പേരിലും എൻ്റെ പേരിലും ഈ അയൺ പബ്ലിക്കേഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുന്നു. കൂടാതെ ഈ പ്രസ് ക്ലബ് ഇതിനു വേണ്ടി അനുവദിച്ച ഇതിൻ്റെ മെമ്പേഴ്സിനും മീഡിയ ആൻഡ് ഓൾ പേപ്പേഴ്സ് എല്ലാ പത്രക്കാർക്കും ഇവിടെ ചെന്ന് എത്തിയ എല്ലാവർക്കും ദാസന്റെ പേരിലും എൻ്റെ പേരിലും അയൺ പബ്ലിക്കേഷൻ്റെ പേരിലും നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തക പ്രകാശന ചടങ്ങ് സമാപിക്കും. പറയാതിരിക്കുന്ന ചില പുസ്തകം ഇല്ല, തീർത്തും ഞാൻ എഴുതിയിരിക്കുകയാണ്. 10 രണ്ടാം പ്രതി ഞാൻ സാറിന് വേണ്ടി ശരി സാർ. പർച്ചേസ് ചെയ്യാൻ